നമസ്കാരം. കഴിഞ്ഞ ദിവസം പ്രമുഖ ഫിലിം ക്രിട്ടിക്കായ ഭരദ്വാജ് രംഗന്റെ ഒരു മുൻകാല വീഡിയോയിൽ ഒരു ഭാഗം കണ്ടു, ഒരു ചെറിയ ക്ലിപ്പ്. അതിൽ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ എനിക്ക് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. I don't review films of first timers that I don't like because இப்போ பெரிய படம் வந்து அதை நம்ம வந்து பிடிக்கலன்னு சொன்னாலும் எனக்கு ஒர்க் அவுட் ஆகலைன்னு சொன்னாலும் பரவாயில்ல, பிகாஸ் அந்த படம் தாங்கிக்கும், அந்த படத்தை பார்க்குற ஆடியன்ஸ் இருப்பாங்க. பட் இந்த மாதிரி படங்களை வந்து நம்ம பிடிக்கலன்னு சொல்லிட்டு அதை யாருமே வந்து பார்க்க மாட்டாங்க. ஸோ ஐ ட்ரை நாட் டு ரிவ்யூ தோஸ் ஃபிலிம்ஸ். இப்போ எனக்கு பிடிச்சிருந்தா ரொம்ப ரிவ்யூ பண்ணுவேன், எனக்கு பிடிக்கலன்னா ஐ டோன்ட் റിവ്യൂ. കാരണം റീസെൻ്റ്ലി നമുക്കറിയാം മലയാളത്തിൽ റിവ്യൂവേഴ്സ്, ഓൺലൈൻ റിവ്യൂവേഴ്സ് സിനിമയെ നശിപ്പിക്കുന്നുവെന്നും അല്ല സിനിമ കാശ് കൊടുത്ത് കാണുന്നവർ സിനിമയെ പറ്റി അഭിപ്രായം പറഞ്ഞൂടെ എന്നുള്ളൊരു ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, ലെറ്റ്സ് കീപ് ഇറ്റ് അസൈഡ്. പക്ഷേ അതിൽ ഭരദ്വാജ് രംഗം പറഞ്ഞ ഒരു വാക്ക്, ആ ക്ലിപ്പിൽ അദ്ദേഹം പറഞ്ഞ വാക്ക് ഇതിനോട് വാലിഡായി നിൽക്കുന്നതാണോ എന്ന് തോന്നിപ്പോയി. നമുക്കറിയാം അദ്ദേഹം ഇപ്പോൾ കറൻ്റ്ലി ഉള്ളതിൽ വൺ ഓഫ് ദ സെലിബ്രേറ്റഡ് ഫിലിം ക്രിട്ടിക്കാണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസും ഫിലിമിൻ്റെ ഒരു അനാലിസിസും ഒക്കെ നല്ല രീതിയിൽ ത്രൂ ഔട്ട് ഇന്ത്യ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ മലയാള സിനിമയാണെങ്കിലും തമിഴാണെങ്കിലും തെലുങ്കാണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഒക്കെ അദ്ദേഹം ചർച്ച ചെയ്യണ വീഡിയോസ് ഭയങ്കര രീതിയിൽ വൈറലാവാറുണ്ട് യൂട്യൂബിലടക്കം. സോ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നൊരു കാര്യമുണ്ട്. പൊതുവെ എല്ലാ സിനിമകളും കഴിവതും എല്ലാ സിനിമകളും കാണാറുള്ള അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സിനിമകളെ പറ്റിയിട്ടും ഇഷ്ടപ്പെടാത്ത സിനിമകളെ പറ്റിയിട്ടും വീഡിയോ റിവ്യൂ ചെയ്യാറുണ്ട്. നല്ല സിനിമയാണെങ്കിൽ അദ്ദേഹം അതേപറ്റി ഒരു വീഡിയോ എന്തായാലും പറഞ്ഞിരിക്കും. അതേസമയം മോശമാണെങ്കിൽ കഴിവതും പറയാറില്ല, അതിനെപ്പറ്റി ഒരു വീഡിയോ പ്രസൻറ്റേഷൻ ചെയ്യാറില്ല എന്നുള്ളതാണ് കാരണം. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് മേക്കറുടെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് റിവ്യൂ കൊണ്ട് അങ്ങനെ പെട്ടെന്ന് താഴെ വീഴില്ല. പക്ഷെ അതേസമയം ഇത് ഒരു ചെറിയ സിനിമ താരതമ്യേന ഒരുപാട് വലിയ പടങ്ങൾ വരുമ്പോൾ ചെറിയ പടങ്ങൾ മുങ്ങിപ്പോകാറുണ്ട്, നമ്മൾ ഏത് ഭാഷയിലാണെങ്കിലും. പക്ഷെ ഒരു ചെറിയ സിനിമ, ഒരു തുടക്കക്കാരുടെ സിനിമയൊക്കെ വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു നെഗറ്റീവ് റിവ്യൂ അതിനെ ദോഷകരമായി ബാധിച്ചേക്കാമെന്ന് മാത്രമല്ല ചിത്രം തിയേറ്ററിൽ താഴെ വീണിരിക്കും. ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പടം റിക്കവർ ആവുന്ന പോലെയൊന്നും തുടക്കക്കാരുടെ പടം ഒരു ഭാഷയിലും റിക്കവർ ആവാറില്ല. പ്രത്യേകിച്ച് തമിഴ് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ അത് എടുത്തു പറയാവുന്നതാണ്. നമ്മുടെ മലയാളത്തിൽ വരുമ്പോൾ എക്സെപ്ഷണൽ കേസസ് ആണ്, കണ്ടന്റാണ് ഇവിടെ കുറേ കൂടി ഫോക്കസ്ഡ്. ഒരു സ്റ്റാറിൻ്റെ പടമാണെന്ന് വെച്ച് മോശം സിനിമയായിട്ട് തകരാറുണ്ട്. സ്റ്റിൽ ഒരു റിക്കവറി വാല്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിക്കവറി കിട്ടാനുള്ള ഒരു ചാൻസസ് പോലും തുടക്കക്കാരൻ്റെ കേസിൽ പൂർണ്ണമായിട്ട് ഇല്ലാതെയാവും. സോ അത്തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് റിവ്യൂ പറയാറില്ല എന്നാണ് പറഞ്ഞത് പുതിയ ആൾക്കാരുടെ സിനിമകൾ. അപ്പോൾ ഞാൻ ആലോചിച്ചത്, ഇത്തരത്തിലൊരു സാധ്യത ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ ചിത്രം ഒരുപക്ഷെ ഒരു മോശമാണെങ്കിൽ പോലും അത്യാവശ്യം ഒരു കളക്ഷൻ ഉണ്ടാക്കി ഇത്തിരി സേഫ് ആക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആ സംവിധായകന് അല്ലെങ്കിൽ ആ മേക്കറിന്, റൈറ്ററിന് ചിലപ്പോൾ സെക്കൻഡ് ചാൻസ് ആയിരിക്കും ഓപ്പൺ ആവുന്നത്. അത്തരത്തിൽ സെക്കൻഡ് ചാൻസ് ഉണ്ടാകുമ്പോൾ തന്നെ ഒരുപക്ഷെ അവർ കൂടുതൽ ശക്തിയോടുകൂടി തിരിച്ചു വരിക, ഒരു റിഡംഷൻ ആയിരിക്കും അവർക്ക് ലഭിക്കുക. നമുക്ക് ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്. അതിൽ വിരലിലെണ്ണാവുന്ന 1-2 ഉദാഹരണങ്ങളെ പറ്റി പറയാം. അതിൻ്റെ മെയിൻ കാരണം ഞാൻ പറയുന്നത്, ഞാനെന്ന ഓഡിയന്, ഞാനെന്ന പ്രേക്ഷകന് ഏറ്റവും ആദ്യം തോന്നിയൊരു ഇംപ്രഷനും പിന്നീട് അത് മാറാൻ കാരണമായിട്ടുള്ളത്. പല ആവർത്തി പലയിടത്തായിട്ട് ഞാൻ ഈ റൈറ്റിംഗ് പോസ്റ്റുകളാണ് ഇടാറ്. കൂടുതലും റൈറ്റിംഗ് പോസ്റ്റുകൾ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡയറക്ടേഴ്സിനെ എടുത്തു പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മുൻപന്തിയിൽ പ്രശാന്ത് നീൽ ഉണ്ടാവും. അദ്ദേഹത്തിന് ആകെ 4 സിനിമകളുടെ വയസ്സേ ഉള്ളൂ. 4 സിനിമകളെ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളെങ്കിൽ പോലും ഇന്ന് വൺ ഓഫ് ദ മോസ്റ്റ് ബ്രാൻഡഡ് ഡയറക്ടേഴ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിസ്റ്റിൽ പ്രശാന്ത് നീൽ തീർച്ചയായിട്ടും കാണും. കമ്പാരിറ്റീവ്ലി സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ നിന്നും ഒരു കാലഘട്ടത്ത് നല്ല രീതിയിൽ ക്രിട്ടിക്കൽ ആക്സെപ്റ്റൻസും ആർട്ടിസ്റ്റിക് വാല്യൂ ഒക്കെ ഉണ്ടായിരുന്ന സിനിമകൾ ഉണ്ടായിട്ടും പക്കാ മസാല സിനിമകളും ലോ ബഡ്ജറ്റും ക്വാളിറ്റി വൈസ് ഭയങ്കര ഡൗൺഗ്രേഡഡ് ആയിപ്പോയി ഒരു സൈഡായി പോയ ഇൻഡസ്ട്രി ആയിരുന്നു സാൻഡൽവുഡ് ഇൻഡസ്ട്രി, അതായത് കന്നഡ ഫിലിം ഇൻഡസ്ട്രി. അവിടെ നിന്നാണ് ഒരു ഇന്ത്യൻ ഫിലിമിനെ തന്നെ പിടിച്ചു കുലുക്കണ രീതിയിൽ ലൈക്ക് ബാഹുബലി എന്ത് തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിക്ക് വേണ്ടി ചെയ്തോ അതേപോലെ തന്നെ സമാനമായ രീതിയിൽ കന്നഡ ഫിലിം ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് പ്രശാന്ത് നീൽ KGF വരുന്നത്. എന്നാൽ KGF 1 എടുത്തപ്പോൾ ആക്യുറേറ്റ് കാര്യമാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ആ സമയത്ത് ഒരു ജോക്ക് രൂപേണ പല സോഷ്യൽ മീഡിയ പോസ്റ്റിലായിട്ട് കണ്ടിരുന്നു. KGF വലിയ രീതിയിൽ ഹിറ്റായപ്പോൾ അതൊരു ചെറിയ കമ്പാരിറ്റീവ്ലി ഒരു അത്തരം ആക്ഷൻ ഫിലിമുകളുടെ ഒരു സ്കെയിലെടുത്ത പടമല്ല. അത് ഓൾമോസ്റ്റ് ഒരു 50+ crores ബഡ്ജറ്റിലാണ് അന്ന് ആ ചിത്രം ഒരുക്കിയത്. അന്ന് ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് കണ്ടിട്ട് പ്രൊഡ്യൂസേഴ്സായ ഹോംബാലി അദ്ദേഹത്തിനോട് തമാശ രൂപേണ ചോദിച്ചു, ഇത്രയും ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമോ, ഇതെങ്ങനെയും ചോദിച്ചപ്പോൾ പ്രശാന്ത് നീൽ മറുപടിയായി പറഞ്ഞത്, നിങ്ങൾ എനിക്ക് 100 കോടി തന്നിരുന്നെങ്കിൽ ഇതിലിരട്ടി ഞാൻ ചെയ്താനേ, ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നൊരു രീതിയിൽ ഒരു വാർത്ത ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ 2ാമത്തെ പടത്തിലൂടെയാണ് ഒരു വൈഡ് ആക്സെപ്റ്റൻസ് കിട്ടിയത്, വിചാരിച്ച ബഡ്ജറ്റ് കിട്ടിയത്, ഓൾമോസ്റ്റ് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ വിചാരിച്ച രീതിയിലാണ് സിനിമ എടുക്കാൻ പറ്റിയത്. ഇപ്പോൾ സലാർ ഇറങ്ങിയപ്പോൾ സലാറിലെ ഒരു ഫസ്റ്റ് ഹാഫ് അടക്കം ആ പ്രഭാസിൻ്റെ ക്യാരക്ടറിനൊക്കെ അദ്ദേഹം കൊടുത്തൊരു ഷെയ്ഡ് ഉണ്ട്. ആ ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്രമായ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ചിത്രമായ ഉഗ്രം
ചിത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. സലാറിന്റെ ഒരു കോർ പ്ലോട്ട് പോലും ഉഗ്രത്തെ ബേസ് ചെയ്തിട്ടാണ്. ഉഗ്രം എന്ന കന്നഡ ചിത്രം 2014 ശ്രീമുരളിയെ നായകനാക്കി പ്രശാന്ത് നീൽ അരങ്ങേറിയ ചിത്രം. അതിന്റെ ഒരു പ്ലോട്ട് ലൈൻ ഈ സലാർ കണ്ടവർക്ക് ഇപ്പോൾ അറിയാം. അതിന്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് രീതിയിലാണ് അതിന്റെ നറേഷനൊക്കെ പോകുന്നത്. പക്ഷെ ആ ചിത്രം കണ്ടു കഴിഞ്ഞാൽ പ്രശാന്ത് നീലിനെ അറിയാത്ത അല്ലെങ്കിൽ കന്നഡ ഫിലിമിൽ കാര്യമായിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് ഒറ്റ നോട്ടത്തിൽ ആ സിനിമ ചിലപ്പോൾ കണ്ടിരിക്കാൻ തോന്നിയെന്ന് വരില്ല. അതൊരു മോശം സ്റ്റോറി നറേറ്റീവ് ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ഒരു മോശം സിനിമ ആയതുകൊണ്ടോ അല്ല. മൊത്തത്തിൽ ഒരു പൊതുവെ തമിഴ് തെലുങ്ക് ഇൻഡസ്ട്രികളെ കൾച്ചറൽ വൈസ് അവരാണ് കുറച്ചും കൂടി റിസംബ്ലൻസ് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. തമിഴ് തെലുങ്ക് ഇൻഡസ്ട്രിയിലെ ലോ ബഡ്ജറ്റ് സിനിമകൾ കണക്കിലെടുത്താൽ പോലും കന്നഡയിൽ ഒരുവിധം, എല്ലാമല്ല പക്ഷെ ഒരുവിധം ഒരു ആവറേജ് ടു എബോ ആവറേജ് സിനിമകൾ എടുത്താൽ പോലും അതിൻ്റെ ഒരു ബഡ്ജറ്റ് വൈസ് എടുത്താൽ പോലും ഒരു വിഷ്വൽ അപ്പീലിൽ കളർ ഗ്രേഡിൻ്റെ ഒരു പ്രശ്നമാണോ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു കളർ ഗ്രേഡ് ഓവർ സാച്ചുറേറ്റ് ചെയ്യണതിൻ്റെ ഒരു ഇഷ്യൂ ആണെന്ന് അറിയില്ല. ചില സമയത്ത് നമുക്ക് ഇപ്പോൾ TV മിനി സ്ക്രീനിൽ സീരിയൽ കാണുന്ന ഒരു ഫീൽ വരും. സീരിയലായിട്ട് മോശമാക്കണമെന്നല്ല, നമ്മൾ പറയുമല്ലോ ചില സിനിമകൾ തിയേറ്ററിക്കൽ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്ന്. അതിന് എന്തൊക്കെ പറഞ്ഞാലും ടെക്നിക്കൽ വൈസിൽ അതിൻ്റെ ഒരു കളർ ഗ്രേഡിങ്ങും അത് തരുന്ന നമുക്ക് കണ്ണിന് തരുന്ന ഒരു എഫക്റ്റും വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ കന്നഡയിലെ പല സിനിമകളും കാണുമ്പോൾ വിഷ്വൽ റിച്ച്നെസ് ഭയങ്കര ലാക്കായിട്ട് തോന്നാറുണ്ട്. കുറേ സിറ്റുവേഷൻസ്, കുറേ സ്റ്റേക്സ്, നല്ല കഥകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഓവറോൾ ഒരു വിഷ്വൽ റിച്ച്നെസ് വരുമ്പോൾ ബാക്കിയുള്ള ഇൻഡസ്ട്രിയിൽ അതേ സ്കെയിലിലോ അല്ലെങ്കിൽ അതിലും താഴ്ന്ന സ്കെയിലിൽ വരുന്ന സിനിമകൾ വരുമ്പോൾ അത്ര ഒരു ഫീൽ വരാറില്ല. ഒരു വലിയ സിനിമ കണ്ട ഫീൽ വരില്ല. അത്തരം ഒരു മിസ്സിങ് ഉഗ്രത്തിനുണ്ട്. അത് തീർച്ചയായിട്ടും പ്രശാന്ത് നീലിന്റെ കഴിവുകേടല്ല. പക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ബഡ്ജറ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരാൾ നേരിടേണ്ടി വരുന്ന എല്ലാ ഇൻഡസ്ട്രികളും നേരിടുന്ന സ്ട്രഗിൾസ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ഒരു ഘട്ടത്തിൽ ബഡ്ജറ്റ് മുട്ടാതെ വന്നപ്പോൾ നായകനും ചിത്രത്തിലെ നായകനും അദ്ദേഹത്തിന്റെ ബന്ധു കൂടിയായ ശ്രീമുരളിയുടെ സഹായത്തോടു കൂടിയാണ് സിനിമ പൂർത്തീകരിച്ചത്. അതിനിടയിൽ വിചാരിച്ച അദ്ദേഹം മനസ്സിൽ കണ്ട സ്കെയിലിൽ എടുക്കാൻ പറ്റിയില്ല എന്ന് കണ്ട് പല ഭാഗങ്ങളും വീണ്ടും റീഷൂട്ട് ചെയ്യുക പോലും ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് കന്നഡയിലെ സൂപ്പർ സ്റ്റാറായ ദർശന്റെ സഹായത്തോടു കൂടിയാണ് ഫിലിം തിയേറ്ററിൽ എത്തിക്കാൻ സാധിച്ചത്. ചിത്രം ഒന്നും വിജയമായിരുന്നു. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഉഗ്രം വിചാരിച്ച രീതിയിൽ കുറച്ചുകൂടി ബഡ്ജറ്റിൽ ഒരു കോൺഫിഡൻസോടുകൂടി ഹോംബാലെ KGF കൊടുത്ത കോൺഫിഡൻസ് ഉഗ്രത്തിലൂടെ അന്നത്തെ പ്രൊഡ്യൂസർക്ക് കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, അത് പ്രൊഡ്യൂസറുടെ കുഴപ്പമല്ല, ഏറ്റവും ആദ്യമായിട്ട് വരുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്. ആദ്യമായിട്ട് ഒരു നവാഗതന് കൊടുക്കുമ്പോൾ എത്രത്തോളം കോൺഫിഡൻസ് കൊടുക്കണം എന്നുള്ളൊരു ഡൗട്ടിൽ വരുന്ന ഒരു ഇഷ്യൂ ആണത്. അപ്പോൾ അന്നൊരു പക്ഷേ ഉഗ്രം അദ്ദേഹം മനസ്സിൽ കണ്ട പോലെ എടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ സലാർ ഇങ്ങനെയായിരിക്കില്ല വരുന്നത്. അദ്ദേഹം ഉഗ്രത്തിലെ നായക കഥാപാത്രത്തിന്റെ അഗസ്ത്യാണ്. അഗസ്ത്യനെ എങ്ങനെ കാണിക്കണം എന്ന് ഉദ്ദേശിച്ചോ അതാണ് സലാറിലെ ആദ്യ പകുതിയിൽ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. ഉഗ്രം സിനിമ ഒരുപക്ഷെ ഒരു പാൻ ഇന്ത്യൻ റിലീസായിട്ട് ആ രീതിയിൽ ഇറക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഒരു അപ്രിസിയേഷൻ പ്രശാന്ത് നീലിന് അന്ന് ലഭിച്ചെന്ന് വരില്ല. തീർച്ചയായിട്ടും ഉഗ്രം സിനിമയ്ക്ക് ഫാൻസ് ഉണ്ട്. പക്ഷെ അത് കുറെ കൂടി കന്നഡ ഫിലിം ഇൻഡസ്ട്രി വാച്ച് ചെയ്യണം. സിനിമ കുറെ കൂടി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണ് ഉഗ്രം ഫേവറേറ്റ് ലിസ്റ്റിലുള്ളത്. അല്ലാത്ത പലർക്കും കോമൺ ആയിട്ട് ഇപ്പോൾ KGF-ഉം KGF2 ഒക്കെ ഒരുപക്ഷെ നമ്മുടെ വീടുകളിൽ ചോദിച്ചാൽ പോലും അവർ പറയും ഇത് ഇന്നാളുടെ പടമല്ലേ എന്ന്. ഉഗ്രത്തെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അറിയില്ല. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഡിമാൻഡ് ചെയ്യണം. അദ്ദേഹം മനസ്സിൽ കണ്ട വിഷൻ അനുസരിച്ച് അയാളെ ട്രസ്റ്റ് ചെയ്ത് ഒരു സിനിമ ചെയ്യാൻ പറഞ്ഞപ്പോൾ KGF-ലൂടെ അദ്ദേഹം കൊടുത്ത റിസൾട്ട് ഉണ്ട്. അതിൻ്റെ ഒരു യൂണിവേഴ്സൽ അപ്പീൽ വന്നു. ഏത് ഭാഷയിൽ പോയാലും ഏത് ഭാഷക്കാർക്കും വേണമെങ്കിൽ കാണാവുന്ന രീതിയിൽ റിലേറ്റബിൾ ആയിട്ട് അദ്ദേഹത്തിനെ പ്രസന്റ് ചെയ്യാൻ വന്നു. സലാറിലും ഏകദേശം ആ രീതിയിലാണ്. KGF-ന്റെ ലെവലിൽ എത്തിയില്ല എന്നുള്ളൊരു പരാമർശം ഉണ്ടെങ്കിൽ പോലും അതിനല്ല ആർക്കും വേണമെങ്കിൽ കാണാം. ഏത് ഭാഷയിലാണ്, മലയാളം, തമിഴ്, തെലുങ്ക്, ഏത് ഭാഷയിൽ കണ്ടാലും നമുക്കതൊരു കോമിക് ബുക്ക് അല്ലെങ്കിൽ ഒരു ഫാന്റസി സ്റ്റോറി വായിക്കുന്ന ഫീലോടുകൂടി നമുക്കത് കാണാൻ സാധിക്കും. ഉഗ്രത്തിലാകുമ്പോൾ നമുക്ക് ആ ഒരു ലാംഗ്വേജ് ബാരിയർ ഭയങ്കര വിസിബിൾ ആയിട്ട് ഫീൽ ചെയ്യും. ഇനി ഇതേപോലെ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ നമുക്ക് മലയാളത്തിൽ തന്നെയുണ്ട്. അകാലത്തിൽ മരണമടഞ്ഞ സംവിധായകൻ രാജേഷ് പിള്ള, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ പടം കുഞ്ചാക്കോവനും ഭാവനയും അഭിനയിച്ച ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്ന സിനിമയായിരുന്നു. അദ്ദേഹം ഒരു പ്യുവർ ലവ് സ്റ്റോറി, ഹിന്ദി സിനിമകളിൽ ഷാരുഖ് ഖാനും കജോളൊക്കെ അഭിനയിച്ച അന്നത്തെ കാലത്തെ ലവ് സ്റ്റോറി പോലെ ഒരു പ്യുവർ ലവ് സ്റ്റോറി എടുക്കാനുള്ള ഉദ്ദേശത്തിലെടുത്ത ചിത്രമായിരുന്നത്. പക്ഷേ തിയേറ്ററിൽ അമ്പയെ പരാജയപ്പെടുകയും സിനിമ കണ്ടാലും നമുക്കറിയാം വലിയ രീതിയിൽ ഒരു രസമുള്ളൊരു ചിത്രമൊന്നുമല്ല. അദ്ദേഹം തന്നെ പറഞ്ഞു അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വർഷങ്ങൾ തന്നെ ഒരു 3-4 വർഷത്തോളം അദ്ദേഹത്തിന് വേറെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റാതെ അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിക്കാൻ ആരും തയ്യാറാവാതെ നിന്നു. ശരിയാണ്, സിനിമ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു ബിസിനസ്സാണ്. ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായിട്ട് വരുന്ന ആളിലൊരു ട്രസ്റ്റ് വരണം. തീർച്ചയായിട്ടും രാജേഷ് പിള്ളയുടെ ആദ്യത്തെ പടം പരാജയപ്പെട്ടതുകൊണ്ട് ആ ഒരു ജഡ്ജ്മെന്റിൽ നിന്നുകൊണ്ടും അയാൾ ഇനിയൊരു തിരിച്ചറിവ് നടത്തുമെന്ന് മറ്റുള്ളവർക്ക് സംശയമുള്ളതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഒരുപാട് സമയമെടുത്തത്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വരവ് മലയാളം ഇൻഡസ്ട്രിയുടെ തന്നെ തലവര തന്നെ മാറ്റിയെന്ന് പറയാം. പലരും പറയുന്ന സോക്കോൾഡ് ന്യൂജൻ തരംഗത്തിന് തുടക്കം കുറിച്ച ട്രാഫിക് എന്ന സിനിമ അതെത്രത്തോളം ഇന്നും നമ്മുടെ സിനിമകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നും അതെത്രത്തോളം മറ്റു ഭാഷകളിൽ ചർച്ചാ വിഷയമായെന്നും നമുക്കറിയാം. ഓൾമോസ്റ്റ് ഒരു
തിയേറ്ററിക്കൽ വൈസ് അല്ലെങ്കിലും പാൻ ഇന്ത്യൻ രീതിയിൽ ക്രിട്ടിക്കൽ വൈസ് അക്ലമേഷൻ കിട്ടിയ ഒരു ചിത്രമാണ്. പലരും മലയാള സിനിമകളിൽ ലിസ്റ്റ് ചെയ്തിട്ട് അന്യഭാഷകളിൽ മെൻഷൻ ചെയ്യുമ്പോൾ തമിഴും തെലുങ്കിലും ഈവൻ ഹിന്ദിയിൽ പോലും പലപ്പോഴും മെൻഷൻ ചെയ്യുമ്പോൾ ആ ലിസ്റ്റിൽ ട്രാഫിക് ഉണ്ടായിരിക്കും. അത്രയും നല്ല രീതിയിൽ അദ്ദേഹത്തിന് തൻ്റെ സിഗ്നേച്ചർ പതിപ്പിക്കാൻ സാധിച്ചു. അത് സാധിച്ചത് ഇപ്പോൾ ട്രാഫിക്കിൻ്റെ നിർമ്മാതാവായ ലിസ്റ്റിൻ സ്റ്റീഫനും തങ്ങൾ എഴുതിയ കഥ ഇദ്ദേഹം സംവിധാനം ചെയ്താൽ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ബോബി സഞ്ജയ്ക്ക് ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ മാക്സിമം കാലിബർ കാണിച്ചുകൊണ്ട് അവരോടുള്ള ഒരു സിൻസിയറിറ്റി കാണിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഔട്ട്പുട്ട് കാണിച്ചു. ഏതൊരാൾക്കും സെക്കൻഡ് ചാൻസ് അനിവാര്യം തന്നെയാണെന്ന് തന്നെ പറയാം. കാരണം ചിലവർക്ക് ഈ പറയുന്ന പോലെ ബഡ്ജറ്റ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരൊരു കാൽക്കുലേഷൻ മിസ്സായതുകൊണ്ടായിരിക്കാം. വലിയ വലിയ നടന്മാർ തന്നെ, വലിയ വലിയ സംവിധായകർ തന്നെ പല ആവർത്തി വീണു പോകണം നമ്മൾ കണ്ടിട്ടുണ്ട്. ജിത്തു ജോസഫ് എന്ന സംവിധായകന് ഏറ്റവും ആദ്യത്തെ ചിത്രമായ ഡിറ്റക്റ്റീവിൽ വന്നത് നമുക്കറിയാം. അത് താരതമ്യേന അന്നത്തെ കാലത്ത് വലിയ രീതിയിൽ ഹിറ്റും ആയില്ല. പക്ഷേ അതിലത്തെ കോൺസെപ്റ്റ് പിന്നീട് ഭയങ്കര രീതിയിൽ ചർച്ചയായപ്പെട്ടാണ് പലരുടെയും ഫേവറേറ്റ് സിനിമയാണ്. പിന്നീട് അദ്ദേഹം ഒരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം മമ്മി ആൻഡ് മീയിലാണ് തിരിച്ചു വരുന്നത്. ഒരുപക്ഷെ അന്ന് മമ്മി ആൻഡ് മീ ചെയ്യാൻ ആരും തയ്യാറായില്ലെങ്കിൽ, അല്ലെങ്കിൽ പിന്നീട് മൈ ബോസ് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിലൂടെ നമുക്ക് മെമ്മറീസോ ദൃശ്യമോ കിട്ടാൻ ഒരുപാട് വൈകിയാനെ. കിട്ടില്ല എന്നല്ല, ഇപ്പോൾ ചിലർ പറയുന്ന പോലെ എത്താനുള്ളതാണെങ്കിൽ എത്ര വൈകിയാലും ആ കറക്റ്റ് സ്ഥലത്തേക്ക് എത്തിയിരിക്കും. അപ്പോൾ സെക്കൻഡ് ചാൻസസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി രണ്ടാമതൊരു ചാൻസ് ഒരാൾക്ക് കൊടുക്കണം എന്നുള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കണം. ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ടായി, ഇനി ഈ കാലമില്ല. എത്ര നാളെന്ന് വെച്ചിട്ടാണ് കുട്ടി പെട്ടി എന്നുള്ള ഫോർമുലയിൽ സിനിമകൾ ഇറക്കുക എന്ന വിമർശനം കേട്ടിരുന്ന ഒരു താരം 87 ഇറങ്ങിയ ന്യൂഡൽഹി എന്ന ചിത്രത്തിലൂടെ ഒരു വമ്പൻ തിരിച്ചു വരവ് വന്നിരുന്നു, നമ്മുടെ സ്വന്തം മമ്മൂട്ടി. ബാക്കി എല്ലാവരും പറഞ്ഞു തന്നെ. താങ്ക് യു.